ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്ന ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കേരമീൻ കറിയാണ്. ഒരു 1/2 കിലോ കേരമീൻ കറി തേങ്ങ അരച്ച് എങ്ങനെയാണ് വെക്കണേന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മീൻ കറി വെക്കുന്നത് ഇങ്ങനെ മൺചട്ടിയിലാണ് വെക്കുന്നത്. ഇങ്ങനെ മൺചട്ടിയിൽ ആദ്യം ഇത്രയും ഏകദേശം ഈ ഒരു അളവിൽ നമ്മൾ വെള്ളം എടുത്ത് ഉപ്പും ഇട്ട് തിളയ്ക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുടംപുളി ഇട്ടിട്ടുണ്ട്. കുടംപുളി ഒരു 2 പീസ് കുടംപുളിയൊക്കെ മതി കേട്ടോ. ഇത്രയും കുടംപുളി ഇട്ടിട്ടുള്ളത് 1/2 കിലോ അടുത്താണ് ഉള്ളൂ. ഈ കുടംപുളി ഉപ്പും കൂടി അങ്ങ് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കറിവേപ്പില ചേർക്കണം. ഇത്തിരി കറിവേപ്പില നന്നായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനകത്തേക്ക് വെളുത്തുള്ളി ചതച്ച് ഒരു 6 പീസ് ഇടുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ഇടുക. പിന്നെ ഒരു 4 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് മീനിടാം. ഒരു 1/2 കിലോ അടുത്ത് മീനാണ് ഞാൻ എടുക്കുന്നുള്ളൂ. ഞാൻ 1 കിലോ മീൻ മേടിച്ചെങ്കിലും കുറച്ച് മീനായിട്ടാണ് ഞാൻ ഇന്ന് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് മീനിടാം. ഒരു 1 കിലോ അടുത്ത് മീനേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് അളവ് മതി. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇത്തിരി ഒരു സ്പൂൺ നന്നായിട്ട് മുളക് പൊടി ഇടണം. 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടു കേട്ടോ. 2 സ്പൂൺ അടുത്ത് മുളക് പൊടി വേണം. ഞാൻ മീൻ കറി വയ്ക്കുമ്പോൾ ഫിഷ് മസാലയൊന്നും ചേർക്കാറില്ല. അതുപോലെ ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല. ചിലർ മല്ലിപ്പൊടി ഉപയോഗിക്കാറുണ്ട്. ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മീൻ കറി ചേർക്കാറുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് അതവിടെ വെച്ചിട്ട് നമുക്ക് തേങ്ങ ഒഴിക്കാം. ഇത്രയും ഒരു പിടി തേങ്ങ മതി കേട്ടോ. തേങ്ങയും മറ്റേ ചുമന്നുള്ളി ഒരു 5-10 പീസ് ചുമന്നുള്ളിയും മതി കേട്ടോ. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേ നമ്മൾ ഇനിയിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ എരിവ് പാകമാണോ എന്ന്. എരിവ് പാകമാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പോൾ എരിവ് ഇത്തിരി കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ തേങ്ങയുടെ അരപ്പിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ നിൽക്കണം. തിളയ്ക്കാൻ സമയമില്ലെങ്കിൽ ആ തേങ്ങയുടെ അരപ്പിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇത്ര മുളക് പൊടി കുറവായതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങയുടെ കൂട്ടത്തിൽ ഈ തേങ്ങ നന്നായിട്ട് അരച്ച് തേങ്ങ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മീൻ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് കൊടുത്തു, ഒഴിച്ചു. ഇനി നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇനി നമുക്കിതിനെ കടുക് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പില. അതെ, ഞാൻ കടുകിടാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് മീൻ കറിക്ക് നോക്കിയാൽ കുറച്ച് കളറ് കുറവ് പോലെ, അതുകൊണ്ട് ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. കളറ് കുറവായിരുന്നു. മീൻ നന്നായിട്ട് വെന്ത് നല്ല തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് അത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഈ രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ താളിപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി മീൻ കറി സെറ്റായിട്ടുണ്ട്. ഓക്കെ, ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നല്ല അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഈ മീൻകറി. അതും ഈസി ആയിട്ട് നമുക്ക് വെക്കാനും പറ്റും. ഇത്തിരി തേങ്ങ ആവശ്യമുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഈ മീൻകറിയുടെ ടേസ്റ്റ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഈ മൺചട്ടിയിൽ വെച്ചത് അത് നല്ലതായിരിക്കും. അത് തന്നെയല്ല, ഇതിനകത്തേക്ക് ഉപ്പും പുളിയും കൂടി തിളച്ച് കഴിയുമ്പം നമ്മൾ അതിലേക്ക് ഇട്ട കറിവേപ്പില ഞാൻ എൻ്റെ വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ് ഉപയോഗിച്ചത്. നന്നായിട്ട് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് വിടണം. അതിൻ്റെ ടേസ്റ്റ് ശരിക്കും 2-3 മിനിറ്റ് അതിനകത്ത് കിടന്ന് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലൊക്കെ അതിനകത്തേക്ക് ഇറങ്ങും. അതാണ് ഈ മീനിന് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ കാരണം. ഇതിനകത്തേക്ക് നമുക്ക് എപ്പോഴും മീൻകറി വയ്ക്കുമ്പോൾ നിങ്ങൾ മുളക് ഒരു പൊടിക്ക് മുന്തി നിൽക്കാൻ പാകത്തിന് ഇത് ഇടണം, മുളക് പൊടി ഇടണം. ഇതിലേക്ക് ഞാനൊരു 4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ.